ശോഭ ഗാർമെൻറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു വെട്ട് കഷ്ണം തുണിയിൽ, വെട്ട് കഷ്ണം എന്ന് പറയാൻ ചുരിദാറൊക്കെ വെട്ടിയിട്ട് മിച്ചം വന്ന തുണിയിലാണ് ഞാനൊരു പെൻസിൽ പൗച്ച് ആയിട്ട് തയ്ക്കണത്. ഇന്നാൾ ഞാൻ തയ്ച്ചതാണെങ്കിൽ അത് മൂട് വെട്ടിക്കളഞ്ഞത്. ഇതിപ്പം വെട്ടാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പൗച്ചാണ് ഞാൻ ഇന്ന് ചെയ്യണത്. പിന്നെ അത് വീട്ടിലിരുന്ന് എല്ലാവർക്കും ചെയ്ത് നോക്കാം. തയ്ച്ചെടുത്ത കടകളിൽ കൊടുക്കാം, ഫാൻസി കടകളിലൊക്കെ. വീട്ടമ്മമാർക്കൊരു വരുമാന മാർഗമാണ്. ചുമ്മാ ഇരിക്കുന്നവർക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. പെൻസിൽ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു പൗച്ചാണ്. ഇതിന് വേണ്ടി സാധനം എന്താണെന്ന് വെച്ചാൽ തുണി, ഒരു പീസ് തുണി 10 ഇഞ്ച് നീളവും 10 ഇഞ്ച് വീതി ഉള്ള ഒരു തുണിയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കണത്. 10 ഇഞ്ച് വീതി, 10 ഇഞ്ച് നീളം, 4 വശവും 10 ഇഞ്ച് കണക്കാക്കി ഒരു പീസ് തുണി. ഇതിനടിയിലത്തേക്ക് ഞാനൊരു തുണ്ട് ചാക്കിട്ട് തയ്ച്ച് വെച്ചേക്കാണ്. പിന്നെ ഇതിൽ വേണ്ടതിൽ ഈ 10 ഇഞ്ച് സിപ്പ്, ഒരു റണ്ണർ, ഇത്രയുടെ ആവശ്യമുള്ളൂ നമുക്കിത് തയ്ക്കാനായിട്ട്. ഇത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ എടുത്തേക്കുന്ന തുണിയിൽ നമുക്ക് സിപ്പ് വെച്ച് തയ്ക്കാം. ഇതിൻ്റെ സിപ്പിൻ്റെ നല്ല വശവും തുണിയുടെ നല്ല വശവും കൂടെ ഒത്തുവെച്ച് തയ്ക്കണം. രണ്ടിൻ്റെ നല്ല വശം ഒത്തുവെച്ച് ഇങ്ങനെ തയ്ക്കും. രണ്ടിൻ്റെ നല്ല വശം വെച്ച് ഒരു തയ്യൽ തയ്ക്കണം. എന്നിട്ട് അത് പകുതി വെച്ചിരുന്നാലും മതി, പകുതി മാറ്റി വെച്ചിട്ട് അടുത്ത വശത്തേക്കാം. എന്നിട്ട് ഇതിന് നമുക്ക് ഈ തുമ്പ് ഇങ്ങനെ വെച്ചിട്ട് പതിച്ച് തയ്ക്കാം. പതിച്ച് വയ്ക്കാം. വെട്ടി എല്ലാം തയ്ച്ചിട്ട് മിച്ചം വരണ തുണികളിലെല്ലാം നമുക്കിതുപോലെ തയ്ച്ചെടുക്കാം. വലിയ അളവും ചെറിയ അളവും ഒക്കെ ആയിട്ട് തയ്ച്ചെടുക്കാം. മിച്ചം വരണ വേസ്റ്റ് തുണിയിലാണ്. ഇതിൻ്റെ പകുതി കയറിയത് ഈ തലയിൽ വെച്ച് ചുരിദാറ് തയ്ച്ചതിൻ്റെ ബാക്കി, നൈറ്റി വെച്ചതിൻ്റെത്, ബ്ലൗസ് വെച്ചതിൻ്റെ എല്ലാത്തിൻ്റെയും മിച്ചം പീസുകളൊക്കെ വരും. ചെറിയ കൊച്ചു തുണ്ടുകൾ വരും. ഇത്തിരി സിപ്പും കൂടെ വാങ്ങിക്കൊണ്ട് വന്നിരുന്നു. ഇതിൻ്റെയൊക്കെ മിച്ചം തുണികൾ വെച്ച് തയ്ച്ച് നമുക്ക് ഫാൻസി കടയിൽ കൊടുത്താൽ മതി. ഒരു ചിലവുമില്ല. സിപ്പിൻ്റെ പൈസ മാത്രമേ ആവുള്ളൂ. പിന്നെ ഇതിനകത്തിടുന്ന ചാക്കെന്ന് പറയുമ്പോൾ അരിയൊക്കെ വാങ്ങിക്കുന്ന ചാക്ക്, ഈ തുണിക്കടയിൽ നിന്നൊക്കെ കവറ് കിട്ടും. ആ കവറുകൾ വെച്ചാലും മതി. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഇത് കോളറിന് വയ്ക്കുന്ന സ്റ്റിപ്പ് വാങ്ങിച്ച് ഒട്ടിച്ചെടുത്ത ചാക്കില്ലെങ്കിൽ അത് അത് പൈസ കൊടുത്ത് വാങ്ങണം. ഇതാകുമ്പം പൈസ ചിലവില്ലാതെ നമുക്ക് ചെയ്യാം. സ്റ്റിപ്പ് വാങ്ങിക്കുന്ന പൈസ മാത്രമേ ആവുള്ളൂ. അല്ലെങ്കിൽ ഇത് തന്നെ കോളറിനൊക്കെ സ്റ്റിപ്പ് വാങ്ങിച്ച് ഒട്ടിച്ചെടുത്താലും മതി. വെച്ചിട്ട് റണ്ണറിടണം.
റണ്ണർ നോക്കി ഇടണം. റണ്ണർ ചിലത് നല്ല റണ്ണർ കിട്ടില്ല. കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഇത് ഇടാൻ പറ്റില്ല. ഇനി രണ്ട് സൈഡും കൂടെ പിടിച്ച് ചേർത്ത് തയ്ക്കാം. രണ്ട് സൈഡ് തയ്ച്ച് കൊള്ളണം. രണ്ട് സൈഡും ചേർത്ത് തയ്ക്കണം. ചമ്മന്തിയെല്ലാം കട്ട് ചെയ്ത് ഒരു ഫോണ് മാത്രം ഞാൻ ചെയ്യണം. നേരത്തെ ഞാൻ 1 ഇഞ്ചിന് വേണ്ടി വെട്ടിക്കളഞ്ഞാണ് ഞാൻ അത് തയ്ച്ചത്. ഇത് വെട്ടാതെയാണ് തയ്ക്കൽ എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ 1 ഇഞ്ചിന് മറ്റേ രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ ഓരോ ഇഞ്ച് സ്ക്വയർ ആയിട്ട് വെട്ടിയാണ് കളഞ്ഞത്. ഇപ്പോൾ 1 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ തയ്ക്കണം. സൈഡിലും അതുപോലെ 1 ഇഞ്ച് ഇങ്ങനെ വെച്ച് 1 ഇഞ്ച് അടയാളപ്പെടുത്തി 4 സൈഡിലും 1 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് ഇവിടെ 1 ഇഞ്ച് നാല് വശത്ത് 1 ഇഞ്ച് വീതം കണക്കാക്കി തയ്ക്കണം. ഞാൻ മറ്റേ വീഡിയോ കാണിച്ചത് അത് ഞാൻ 1 ഇഞ്ച് വീതം എടുത്ത് സ്ക്വയറായിട്ട് എടുത്തിട്ട് വെട്ടിക്കളഞ്ഞാണ് അത് ഞാൻ തയ്ച്ചത്. ഇതിപ്പോൾ ആ മോഡലല്ല വന്നേക്കുന്നത്. നമ്മൾ വെട്ടാതെ സൈഡ് ഇങ്ങനെ ചേർത്തടിച്ച് വേറൊരു മോഡലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തയ്ച്ചിട്ട് റൗണ്ടിന് നമുക്ക് സൈഡിൽ പീസ് വേറെ വെക്കുന്നത് ഒരു മോഡലൂടെ. ഇനി ഒരു വീഡിയോയിൽ ഞാൻ അത് കാണിച്ചു തരാം. കാരണം നമുക്ക് 3 ഐറ്റമായിട്ട് തയ്ക്കാം.
അടുത്തൊരു വീഡിയോയിൽ അത് ഞാൻ എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് അതുകൂടെ കാണിക്കാം. അപ്പം നമ്മളെ പെൻസിൽ പൗച്ച് റെഡിയായി. ഇനി ഇത് നമുക്ക് മറച്ചിട്ട് ഈ മൂലയൊക്കെ നമുക്ക് നല്ലപോലെ പിടിച്ച് മറിച്ചിട്ട് എടുക്കണം. ഒരു ചിലവും ഉള്ളതല്ല. ഇന്ന് തോനെയൊക്കെ തയ്ക്കണവർക്ക് സിബൊക്കെ തോന വാങ്ങിച്ചിട്ട് തുണി എടുത്ത് തയ്ക്കണം. ഞങ്ങൾക്കൊക്കെ ഈ പറയുന്ന പോലെ വെട്ട് കഷ്ണമാണ് ഞാൻ എടുത്തിട്ട് തയ്ക്കണം. എല്ലാത്തിനും വെട്ട് കഷ്ണം വെച്ചാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണം. നമ്മൾ പെൻസിൽ പൗച്ച് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് സാധനമൊക്കെ വയ്ക്കുമ്പോൾ റെഡിയാവും. നമ്മൾ പെൻസിൽ പൗച്ച് റെഡിയായി. എല്ലാവരും ശ്രമിച്ച് നോക്കണം, തയ്ച്ച് നോക്കണം. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ശോഭ ഗാർമെൻറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു വെട്ട് കഷ്ണം തുണിയിൽ, വെട്ട് കഷ്ണം എന്ന് പറഞ്ഞാൽ ചുരിദാറൊക്കെ വെട്ടിയിട്ട് മിച്ചം വന്ന തുണിയിലാണ് ഞാനൊരു പെൻസിൽ പൗച്ച് ആയിട്ട് തയ്ക്കണത്. ഇന്നാളെ ഞാൻ തയ്ച്ചതാണെങ്കിൽ അത് മൂട് വെട്ടിക്കളഞ്ഞു. ഇതിപ്പം വെട്ടാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പൗച്ചാണ് ഞാൻ ഇന്ന് ചെയ്യണത്. പിന്നെ അത് വീട്ടിലിരുന്ന് എല്ലാവർക്കും ചെയ്ത് നോക്കാം. തയ്ച്ചെടുത്ത കടകളിൽ കൊടുക്കാം, ഫാൻസി കടകളിലൊക്കെ. വീട്ടമ്മമാർക്കൊരു വരുമാന മാർഗമാണ്. ചുമ്മാ ഇരിക്കുന്നവർക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. പെൻസിൽ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു പൗച്ചാണ്.